എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് രണ്ട് ഫ്രാക്ഷനുകൾ തമ്മിൽ എങ്ങനെയാണ് ആഡ് ചെയ്യുക എങ്ങനെയാണ് കൂട്ടുക എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെയോ ഒരു ഫ്രാക്ഷനിൽ നിന്ന് മറ്റൊരു ഫ്രാക്ഷൻ എങ്ങനെയാണ് കുറയ്ക്കുക അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത്, നമുക്ക് രണ്ടോ മൂന്നോ ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ, രണ്ടോ മൂന്നോ ഭിന്നസംഖ്യകൾ തന്നു കഴിഞ്ഞാൽ അതിലേതാണ് വലിയ ഭിന്നസംഖ്യ, ഏതാണ് ചെറിയ ഭിന്നസംഖ്യ എന്നെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ സാധാരണ നമ്മുടെ ഈ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് അതുപോലെ തന്നെ ചില PSC ടെസ്റ്റുകൾക്കൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഞാനിവിടെ ഫ്രാക്ഷൻ എഴുതാണ് 2/6, അടുത്ത ഫ്രാക്ഷൻ എഴുതാണ് 3/6. ഇതിലേതാണ് വലിയ ഫ്രാക്ഷൻ, ഇതിലേതാണ് വലിയ ഭിന്നസംഖ്യ, ഇതാണ് നാം ആദ്യം നോക്കുന്നത്. നമുക്കിത് കണ്ടാൽ അറിയാം, 2/6 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാധനത്തെ ഒരു വസ്തുവിനെ 6 തുല്യ ഭാഗമാക്കിയതിൽ 2 ഭാഗം. ഇവിടെയാണെങ്കിലോ 6 തുല്യ ഭാഗമാക്കിയതിൽ 3 ഭാഗം അപ്പൊ ഇതിൽ ഏതായിരിക്കും വലുത്? ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് പെട്ടെന്ന് കണ്ടറിയാം. 6 കഷ്ണമാക്കിയതിൽ 2 കഷ്ണം, 6 കഷ്ണമാക്കിയതിൽ 3 കഷ്ണം. അപ്പൊ ഏതായിരിക്കും വലുത്? 6 കഷ്ണമാക്കിയതിൽ 3 കഷ്ണമായിരിക്കും വലുത് അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് ഉത്തരം അറിയാം. ഓക്കെ, ഇനി നമുക്ക് 5/8, 5/8, 7/8 ഇതിലേതാണ് വലുത്? ഇവിടെ നോക്കിയാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ 8 തുല്യ ഭാഗമാക്കിയതിൽ 5 ഭാഗം. ഇവിടെയാണെങ്കിലോ 8 തുല്യ ഭാഗമാക്കിയതിൽ 5 അല്ല 7 ഭാഗം എടുത്തു അപ്പൊ ഏതായിരിക്കും വലുത്? 8 തുല്യ ഭാഗമാക്കിയതിൽ 7 ഭാഗമായിരിക്കും വലുത് ഇനി 10/11, 9/11 ഇതിലേതാണ് വലിയ ഫ്രാക്ഷൻ? നമുക്കറിയാം. നോക്കിയാൽ 11 തുല്യ ഭാഗമാക്കിയതിൽ 10 ഭാഗം. ഇവിടെയോ 11 തുല്യ ഭാഗമാക്കിയത് 9 ഭാഗമുള്ളൂ ഇവിടെ 10 ഭാഗം എടുത്തിട്ടുണ്ട്. അപ്പൊ ഏതായിരിക്കും വലുത്? നമുക്കറിയാം ഇതാണ് വലുത് ഇതാണ് വലുത്. അപ്പൊ ഇവിടെ ഇതാണ് വലുത്, ഇവിടെ ഇതാണ് വലുത്. ഇത് നമുക്കറിയാം. ഇപ്പോ ഒരു മിഠായി, ഈ മിഠായിയെ നമ്മൾ 3 തുല്യ ഭാഗമാക്കി വിചാരിക്കാം. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് 1/3 ഭാഗം തന്നു. അതായത് അതിന്റെ അർത്ഥം എന്താണ്? ഈ മിഠായിയെ 3 തുല്യ ഭാഗമാക്കിയതിൽ 1 ഭാഗം നമുക്ക് തന്നു. അപ്പൊ ഇത്രയും ഭാഗം നമുക്ക് കിട്ടി ഇനി ഇതേ മിഠായി തന്നെ 3 തുല്യ ഭാഗമാക്കി, എന്നിട്ട് നമുക്ക് 2/3 തന്നു വിചാരിക്കുക. അതിലെ 2/3 ഭാഗം നമുക്ക് തന്നു. അതിന്റെ അർത്ഥം എന്താണ്? ഈ മിഠായിയുടെ 3 ഭാഗമാക്കിയതിൽ 2 ഭാഗം നമുക്ക് കിട്ടി അപ്പൊ 2 ഭാഗം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? ഈ ഭാഗം വരും, ഈ ഭാഗം വരും അപ്പൊ നമുക്ക് ഏതാണ് കൂടുതൽ കിട്ടിയത്? ഈ മിഠായി 2/3 ആണ് നമുക്ക് കൂടുതൽ കിട്ടിയത്. അപ്പൊ ഇതിൽ വലുത് ഏതാണ്? 2/3 അപ്പൊ നമുക്കിവിടെ 1/3 നോക്കിയേ, 1/3, 2/3 ഇതിൽ ഏതാണ് വലുത്? നമുക്കറിയാം 2/3 3 ഭാഗമാക്കിയത് 2 ഭാഗം, ഇതാണ് വലുത്. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ നോക്കിയേ, ഈ രണ്ട് ഫ്രാക്ഷനിലും വലുത് ഏതാണ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഇവിടെ ഡിനോമിനേറ്റർ ഛേദം സെയിം ആണ് ഛേദം സെയിം ആണ്. ഇവിടെയും ഛേദം സെയിം ആണ്, ഇതിലും ഛേദം സെയിം ആണ്, ഇവിടെയും ഛേദം സെയിം ആണ് അങ്ങനെ വന്നപ്പോൾ ഏതാണ് വലുത്? ഈ ന്യൂമറേറ്റർ അംശം ഏതാണോ വലുത് അതാണ് വലിയ ഫ്രാക്ഷൻ ഇവിടെ 2, ഇവിടെ 3. അപ്പൊ ഏതാണ് വലുത്? 3/6 ആണ് വലുത്. ഇവിടെ 5, ഇവിടെ 7. ഏതാണ് വലുത്? 7/8 അതായത് വലിയ ന്യൂമറേറ്റർ, വലിയ അംശമുള്ളതാണ് വലിയ ഫ്രാക്ഷൻ. ഇനി ഇവിടെ നോക്കിയേ, 10/11, 9/11 ഇവിടെ ഏതാണ് വലുത്? 10/11 ഇവിടെ നോക്കിയേ, 1/3, 2/3 ഇവിടെ ഏതാണ് വലുത്? 2/3 അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് 2 ഫ്രാക്ഷൻ തന്നിട്ട് അതിൽ ഏതാണ് വലുത് എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നാം ആദ്യം എന്ത് ചെയ്യണം? ഇതിന്റെ ഡിനോമിനേറ്റർ, അതായത് ഛേദം സെയിം ആണോ എന്ന് നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക, ഛേദം സെയിം ആണോ എന്ന് നോക്കാം. അപ്പൊ ഛേദം സെയിം ആണെങ്കിൽ പിന്നെ നാം എന്ത് നോക്കണം? ഇതിന്റെ അംശം, അതായത് ന്യൂമറേറ്റർ ഏതാണോ വലുത് അതാണ് ഏറ്റവും വലിയ ഫ്രാക്ഷൻ. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ രണ്ടിലും വലുത് ഇതാണ്, 3 ആണ്. അതുകൊണ്ട് 3/6 ആണ് വലുത്. ഇവിടെ 5ഉം 7ഉം 7/8 ന്യൂമറേറ്റർ വലുത് 7 ആണ്. അതുകൊണ്ട് ഇതാണ് വലുത്. ഇവിടെ നോക്കിയാൽ ഇതാണ് വലുത്, ഇവിടെയോ ഇതാണ് വലുത്. അപ്പൊ നമ്മൾ വലുത് ചെറുത് എന്ന് പറഞ്ഞെങ്കിൽ പറയുമ്പോൾ നാം അതിനൊരു ചിഹ്നം ഉപയോഗിക്കാറുണ്ട്. മനസ്സിലായല്ലോ? ഒരു ചിഹ്നം ഉപയോഗിക്കും. അതായത് ഇങ്ങനെ ഒരു ചിഹ്നം ഇടും. ഇതിന്റെ അർത്ഥം എന്താണ്? ഈ ചിഹ്നത്തിന്റെ അർത്ഥം ലെസ് ദാൻ എന്നാണ് ഈ ചിഹ്നത്തിന്റെ അർത്ഥം. അതായത് ചെറുതാണ്. അപ്പൊ നമ്മൾ നോക്കിയേ, ഇവിടെ 2/6ഉം 3/6 ഇതിൽ ഏതാ ചെറുത്?
നമുക്കറിയാം ഇത് വലുതാണ് ഇത് ചെറുതാണ് അല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിയാൽ 2/6 ലെസ് ദാൻ, അതായത് ഈ ചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ 2/6 ലെസ് ദാൻ 3/6. കണ്ടില്ലേ, അതായത് 2/6 3/6 ചെറുതാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ വായിക്കുക ലെസ് ദാൻ. അപ്പൊ 2/6 ലെസ് ദാൻ 3/6. മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ നോക്കിയാൽ 5/8 ഇതിലേതാ വലുത്? ഇത് വലുത്, ഇത് ചെറുതല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഈ ചിഹ്നം തന്നെ ഇട്ട് കൊടുക്കാം. അതായത് 5/8 7/8 ചെറുതാണ്. ഇനി ഇവിടെ നോക്കിയേ 10/11 9/11 ഇതിലേതാണ് വലുത്? ഇതാണ് വലുത് അല്ലെ. 10/11 വലുത്. അപ്പൊ നമുക്ക് ഈ ചിഹ്നം ഇട്ടാൻ പറ്റുമോ? ഈ ചിഹ്നം ഇട്ടാൽ അതിന്റെ അർത്ഥം എന്താണ്? ലെസ് ദാൻ എന്നാണ് അർത്ഥം അല്ലെ. അതായത് ചെറുതാണ്. അപ്പൊ 10/11 9/11 ചെറുതാണെന്ന് വരും. ചെറുതാണോ? അല്ല, വലുതാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന് പകരം വരുന്ന ചിഹ്നമാണ് ഇങ്ങോട്ട് തിരിച്ചിടാം. ഇതിന്റെ അർത്ഥം എന്താണ്? ഗ്രേറ്റർ ദാൻ. ഗ്രേറ്റർ ദാൻ, അതായത് വലുതാണ്. ഇതാ ചെറുതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഏത് ചിഹ്നം ഇടണം? 10/11 9/11 വലുതാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇങ്ങനെ ചിഹ്നിടാം. ഈ ചിഹ്നം നമ്മൾ തിരിച്ചിട്ടു. ഇതിന്റെ അർത്ഥം എന്താണ്? 10/11 9/11 വലുതാണ്. മനസ്സിലായല്ലോ. അപ്പൊ പരീക്ഷയ്ക്ക് ഇതേപോലെ നമ്മൾ ചിഹ്നം ഇടാൻ പറയും. ഫ്രാക്ഷൻ തന്നിട്ട് അത് ചിഹ്നം ഇട്ടുകൊണ്ട് നമ്മൾ വലുത് ഏതാണ് ചെറുതാണോ ചെറുത് ഏതാണെന്ന് നമ്മളോട് ചോദിക്കും അല്ലെ. അപ്പൊ ചിഹ്നം മനസ്സിലാക്കുക. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതെന്താണ്? ലെസ് ദാൻ. ഇതേ രൂപത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ. ഇത് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ എന്താണ് മാർഗം? ഇവിടെ നോക്കാം. ഇത് കണ്ടില്ല, ഇങ്ങനെ ഇടുമ്പോൾ ഇത് നമുക്ക് ഒരു വായ പോലെ ഉണ്ട് അല്ലെ, തുറന്നിരിക്കുകയാണ് അല്ലെ. നമ്മ മുതല വായ തുറന്നിരിക്കുന്ന പോലെ കണ്ട തുറന്നിരിക്കുകയാണ്. അപ്പൊ ഈ തുറന്നിരിക്കുന്ന ഭാഗത്താണ് നമ്മൾ വലുത് എഴുതേണ്ടത്. വലുത് വലിയ സംഖ്യയോ വലിയ ഫ്രാക്ഷൻ ഏതാണെങ്കിലും വലുത് എഴുതേണ്ടത് ഏതാണ്? ഈ വായ തുറന്നിരിക്കുന്ന ഭാഗത്ത്. ചെറുതോ ഈ കൂർത്ത ഭാഗം അല്ലെ, ഷാർപ്പായിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഇതായിരിക്കും ചെറുത്. ഇനി ഇവിടെ നോക്കിയാൽ നമുക്കറിയാലോ 2/6 ചെറുത് 3/6 അല്ലെ. കണ്ട കൂർത്ത ഭാഗം 2/6 അടുത്ത് വന്നു. ഈ വലിയ ഭാഗം വായ തുറന്നിരിക്കുന്ന ഭാഗം 3/6 അവിടെ. ഇവിടെ നോക്കി 7/8 വലുത്. അപ്പൊ നമുക്ക് ചിഹ്നിട്ട് കൊടുത്തത്, അതായത് ഈ വായ തുറന്നിരിക്കുന്ന ഭാഗമാണ് വലുത്, ഈ കൂർത്ത ഭാഗം ചെറുത്. ഇവിടെ നോക്കി ഏതാണ് വലുത്? ഇതാണ് വലുത് അല്ലെ. അപ്പൊ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തു കേട്ടാ. അപ്പൊ ഈ വായ തുറന്നിരിക്കുന്ന ഭാഗം 10/11 അതാണ് വലുത്, ഇത് ചെറുത്. അപ്പൊ നാം ഇങ്ങനെയാണ് ചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് ചെറുതേത് വലുതേത് എന്ന് നമ്മൾ എഴുതുക. മനസ്സിലായല്ലോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്താണ് ഈ ഛേദം സെയിമായ ഫ്രാക്ഷൻ ആണ് എടുത്തത് അല്ലെ. ഇനി നമുക്ക് ഛേദം സെയിം അല്ല എന്ന് വിചാരിക്കുക. ഈ ന്യൂമറേറ്റർ അതായത് അംശമാണ് സെയിം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നാം വലുതും ചെറുതും അങ്ങനെ കണ്ടുപിടിക്കും. അത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കിയേ 3/4 3/5 രണ്ട് ഫ്രാക്ഷൻ. ഇതിലേതാണ് വലുത്? ഇവിടെ നമുക്ക് ഇങ്ങനെയാണെങ്കിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു അല്ലെ. ഇത് സെയിം ആണെങ്കിൽ ഇതിൽ ഏതാണോ വലുത് അതായിരിക്കും വലിയ ഫ്രാക്ഷൻ നമ്മൾ പഠിച്ചു അല്ലെ. ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ ഇത് രണ്ടും ഡിഫറെന്റ് ആണ് അല്ലെ. ഇവിടെ ന്യൂമറേറ്റർ അംശമാണ് സെയിം അല്ലെ, അംശമാണ് സെയിം ആയിട്ടുള്ളത്. ഇവിടെ ഛേദം വ്യത്യസ്തമാണ്. അപ്പൊ നമ്മൾ അത് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ നമുക്ക് ഇത് മനസ്സിലാക്കാൻ നോക്കിയേ. നമുക്ക് നേരത്തെ മിഠായി തന്നെ എടുക്കാം. ഓക്കെ, ഒരു മിഠായി ഇതിനെ നമ്മൾ തുല്യമായ 4 കഷ്ണങ്ങളാക്കി. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് 3/4 ഭാഗം തന്നു വിചാരിക്കാം. അതായത് 3/4 അല്ലെ. അതായത് 4 തുല്യ ഭാഗമാക്കി അതിൽ 3 ഭാഗം നമുക്ക് കിട്ടി അല്ലെ. അപ്പൊ ഇത് കിട്ടി, ഇത് കിട്ടി, ഇത്രയും ഭാഗം നമുക്ക് കിട്ടി അല്ലെ. ഇത് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് നോക്കി അതേ മിഠായി തന്നെ 5 ഭാഗമാക്കി. അപ്പൊ 1 2 3 4 5 അതേ നീളത്തിലുള്ള മിഠായി 5 ഭാഗമാക്കി. ഇനി അതിൽ നമുക്ക് 3/5 ഭാഗം തന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടും നോക്കിയേ. 5 ഭാഗമാക്കിയാൽ 3 ഭാഗം. ഇത് കിട്ടി, ഇത് കിട്ടി, ഇത് കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് ഇത്രയും ഭാഗമാണ് കിട്ടിയത് അല്ലെ. അപ്പൊ ഇതിൽ നമുക്ക് ഏതിലാണ് കൂടുതൽ കിട്ടിയത്? ഇതിലാണ് കൂടുതൽ കിട്ടിയത് അല്ലെ. ഇത്രയും ഭാഗം നമുക്ക് കിട്ടി. ഇവിടെയാണെങ്കിൽ നമുക്ക് ഇത്രയും ഭാഗം കിട്ടിയുള്ളൂ. അതായത് ഇവിടെ 4 ഭാഗമാക്കിയതിൽ നിന്ന് 3 ഭാഗം നമുക്ക് കിട്ടി അല്ലെ. ഇവിടെയും ഇവിടെയും നമുക്ക് 3 ഭാഗമാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ ഇത് 4 കഷ്ണമാക്കിയതിൽ നിന്ന് 3 ഭാഗം കിട്ടി. ഇവിടെയോ 5 കഷ്ണമാക്കിയതിൽ നിന്ന് 3 ഭാഗം കിട്ടിയിട്ടുള്ളൂ അല്ലെ. അപ്പൊ ഏതായിരിക്കും വലുത്? 4 കഷ്ണമാക്കിയതിൽ നിന്ന് 3 ഭാഗം കിട്ടി അല്ലെ, അതാണ് വലുത് അല്ലെ. ഇവിടെ നോക്കിയാൽ 5 പീസുകളാക്കി അല്ലെങ്കിൽ 10 പീസുകളാക്കി, അതിൽ നിന്ന് നമുക്ക് 3 കിട്ടി അല്ലെ. അതിനേക്കാൾ നല്ലത് എന്താണ്? വെറും 4 കഷ്ണമാക്കിയിട്ടുള്ളൂ, അതിൽ നിന്ന് നമുക്ക് 3 ഭാഗം കിട്ടി അല്ലെ. അപ്പൊ ഇതാണ് വലുത്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും?
അതായത് ഈ ന്യൂമറേറ്റർ സെയിം ആണെങ്കിൽ അതിന്റെ ഡിനോമിനേറ്റർ ഏതാണോ ചെറുത്, ശ്രദ്ധിക്കുക, ഡിനോമിനേറ്റർ ഏതാണോ ചെറുത് ആ ഫ്രാക്ഷൻ ആയിരിക്കും വലുത്. കണ്ടില്ലേ? അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ന്യൂമറേറ്റർ സെയിം ആണ്, പക്ഷെ ഡിനോമിനേറ്റർ ഏതാണ് ചെറുത്? ഇതാണ് ചെറുത് അല്ലെ? അപ്പൊ ഇതാണ് വലിയ ഫ്രാക്ഷൻ. അപ്പൊ ഇവിടെ ഏതാണ് വലുത് വരാ? ഇതാണ് വലുത്. ഇനി 5/7 5/9 ഇതിലേതാണ് വലുത്? ഇവിടെ നോക്കിയേ, ഇവിടെ ന്യൂമറേറ്റർ ആണ് സെയിം അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം നോക്കാം, ന്യൂമറേറ്റർ സെയിം ആണ്. ന്യൂമറേറ്റർ സെയിം ആണെങ്കിൽ ഡിനോമിനേറ്റർ ഏതാണോ ചെറുത് അതാണ് വലിയ ഫ്രാക്ഷൻ. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ ഇത് രണ്ടും സെയിം ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് ന്യൂമറേറ്റർ സെയിം ആണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ ഏതാണോ ചെറുത്, ഇതല്ല ചെറുത്, 7 ഇവിടെ 9, ഇതല്ല ചെറുത്. അപ്പൊ ഇതാണ് വലിയ ഫ്രാക്ഷൻ, വലിയ ഭിന്നസംഖ്യ 5/7 ആണ്. അപ്പൊ നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം, 7 ഭാഗമാക്കിയതിൽ 5 ഭാഗം കിട്ടി. ഇത് 9 കഷ്ണങ്ങളാക്കി, അതിൽ നിന്നാണ് നമുക്ക് 5 കിട്ടണമെന്നുള്ളൂ അല്ലെ? അപ്പൊ ഏതായിരിക്കും വലുത്? ഇതായിരിക്കും വലുത് അല്ലെ? അപ്പൊ കണ്ടുപിടിക്കാൻ എളുപ്പമാർഗം എന്താണ്? നാം 2 കേസ് നമ്മൾ പറഞ്ഞു. ആദ്യത്തെ കേസ് ഇത് സെയിം ആണെങ്കിൽ എന്ത് വേണം? ന്യൂമറേറ്റർ വലുത് ഏതാണോ അതാണ് വലുത്. ഇനി ന്യൂമറേറ്റർ സെയിം ആണെങ്കിൽ ഡിനോമിനേറ്റർ ചെറുത് ഏതാണോ അതാണ് വലുത്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് ഈ ചിഹ്നം നമുക്ക് ഏത് ചിഹ്നം ഉപയോഗിക്കാൻ പറ്റും? ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ. 3/4 3/5 ഇതിൽ ഏതാണ് വലുത്? നമുക്കറിയാം 3/4 ആണ് വലുത് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് വേണം? ഇതിലേത് ചിഹ്നം ഉപയോഗിക്കും? ഇതാണ് വലുത് അല്ലെ? അപ്പൊ ഇതിന്റെ നേരെ ഈ വായ തുറന്നിട്ടതേ ഇങ്ങനെ ഉപയോഗിക്കാം. അതായത് ഇതിന്റെ എന്താ പറയാ? ഗ്രേറ്റർ ദാൻ അല്ലെ? അപ്പൊ 3/4 ഗ്രേറ്റർ ദാൻ 3/5. ഇനി ഇവിടെ നോക്കിയേ, 5/7 5/9 ഏതാണ് വലുത്? ഇത് രണ്ടും സെയിം ആണ്. ഇതാണ് ചെറിയ ഡിനോമിനേറ്റർ അല്ലെ? അപ്പൊ ഏതായിരിക്കും വലുത്? ഇതാണ് വലുത് അല്ലെ? അപ്പൊ നാം എന്ത് വേണം? ഏത് ചിഹ്നം ഉപയോഗിക്കണം? ഈ ചിഹ്നം ഉപയോഗിക്കുക. കണ്ട, ഈ വായ തുറന്നെടുക്കരുത്, ഇങ്ങോട്ട് ഉപയോഗിക്കുക. അതായത് 5/7 ഗ്രേറ്റർ ദാൻ 5/9. ഇനി നോക്കിയേ, 3/4 3/5 3/6 3/7 ഇങ്ങനെ തന്നു. ഇത് നമുക്ക് ഈ ചിഹ്നം ഉപയോഗിച്ച് ഏതാണ് വലുത് ചെറുതാണെന്ന് എഴുതാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ നോക്കിയേ, ന്യൂമറേറ്റർ സെയിം ആണ് അല്ലെ? അംശം സെയിം ആണ്. അപ്പൊ നമുക്ക് എന്താ നോക്കേണ്ടത്? ഛേദം ഏതാണോ ചെറുത് അതാണ് വലിയ ഫ്രാക്ഷൻ അല്ലെ? അപ്പൊ ഇവിടെ 4 ആണ്, ഇവിടെ 5 6 7. അപ്പൊ ഇവിടെ 4 അല്ലേ ഉള്ളൂ. അപ്പൊ ഏതായിരിക്കും വലുത്? ഇതാണ് വലുത്. ഇതിനേക്കാൾ വലുത് ഇതാണ് അല്ലെ? അപ്പൊ നമുക്ക് ഏത് ചിഹ്നം ഉപയോഗിക്കണം? ഈ ചിഹ്നം ഉപയോഗിക്കാം. അപ്പൊ 3/4 വലുതാണ് 3/5 അല്ലെ? 3/5 വലുതാണ് 3/4. ഇനി 3/5 3/6 നോക്കിയേ, ഏതാണ് വലുത്? ഇവിടെ 5 ആണ് അല്ലെ? ഇത് ചെറുതല്ലേ? അപ്പൊ ഏതായിരിക്കും വലുത്? ഇതാണ് വലുത് അല്ലെ? അപ്പൊ നമുക്ക് ഗ്രേറ്റർ ദാൻ. അപ്പൊ 3/5 ഈസ് ഗ്രേറ്റർ ദാൻ 3/6. ഇനി ഇവ തമ്മിൽ നോക്കിയേ, ഇതിൽ ഏതാണ് വലുത്? ഇതാണ് വലുത് അല്ലെ? അപ്പൊ നമുക്ക് വീണ്ടും ഈ ചിഹ്നത്തിന് ഇടാം. 3/6 ഈസ് ഗ്രേറ്റർ ദാൻ 3/7. ഇപ്പോൾ നമ്മൾ 2 കേസുകൾ പറഞ്ഞു. ഒന്ന് എന്താണ്? ഡിനോമിനേറ്റർ സെയിം ആയത് അല്ലെ? അതെങ്ങനെയാണ് വലുതും ചെറുതും കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. പിന്നെയോ ന്യൂമറേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് വലുതും ചെറുതും കണ്ടുപിടിക്കാന്ന് പറഞ്ഞു അല്ലെ? ഇനി നമുക്ക് ഈ ന്യൂമറേറ്ററും സെയിം അല്ല, ഡിനോമിനേറ്ററും സെയിം അല്ല. അങ്ങനെയാണെങ്കിൽ നാം എങ്ങനെ വലുതും ചെറുതും കണ്ടുപിടിക്കും? അത് നമുക്കൊന്ന് നോക്കാം. ഉദാഹരണത്തിന് 1/2 2/3 ഇതിലേതാണ് വലുത് ഏതാണ് ചെറുത്? ഇവിടെ നമ്മൾ പറഞ്ഞ 2 കേസുകളല്ല അല്ലെ? ഇവിടെ നോക്കിയാൽ ഡിനോമിനേറ്റർ സെയിം ആണോ? സെയിം അല്ല. ഇതിന്റെ ന്യൂമറേറ്റർ അംശം സെയിം ആണോ? സെയിം അല്ല അല്ലെ? അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് സെയിം ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം അല്ലെ? ഇത് രണ്ടും സെയിം അല്ല. അപ്പൊ നാം എന്ത് ചെയ്യേണ്ടി വരും? നമുക്കിതിനെ സെയിം ആക്കേണ്ട വരും അല്ലെ? അപ്പൊ നമുക്കിതിനൊന്ന് മാറ്റി എഴുതാം. എങ്ങനെയാണ് നമ്മൾ മാറ്റി എഴുതിയിരുന്നത്? നമുക്കറിയാം, ഇതിനെ 1/2 നാം എന്ത് ചെയ്യും? ഇതിന്റെ ഡിനോമിനേറ്റർ കൊണ്ട് ഗുണിക്കും അല്ലെ? അതായത് 3 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിന് രണ്ടിനെയും ഗുണിക്കും അല്ലെ? അതായത് 1നെ നാം 3 കൊണ്ട് ഗുണിച്ച് എത്ര വരും? 3/, ഇനി 2നെ 3 കൊണ്ട് ഗുണിച്ചാൽ 6 അല്ലെ? അപ്പൊ 1/2 നാം 3/6 എന്ന് എഴുതി. പിന്നെ ഇനി നോക്കിയാൽ, ഇനി 2/3 മാറ്റേണ്ടത് നമുക്ക് 2/3 മാറ്റണം. എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? ഈ 2 കൊണ്ട് ഗുണിക്കാം അല്ലെ? ഇതുകൊണ്ട് ഇതിനെ ഓരോന്നിനെയും ഗുണിക്കാം. അപ്പൊ 2 കൊണ്ട് 2നെ ഗുണിച്ചാൽ 4/2 കൊണ്ട് 3നെ ഗുണിച്ചാൽ 6. ക്ലിയർ ആയില്ലേ? ഇപ്പൊ നമുക്ക് നോക്കിയേ, 2 സെയിം ആയല്ലോ, ഡിനോമിനേറ്റർ സെയിം ആയല്ലോ. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം?
ഇതിൽ ഏതാണ് ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിൽ അതായത് നമ്മുടെ അംശം ഏതാണോ വലുത് അതായിരിക്കും വലുത് അല്ലെ. ഇതിൽ ഏതാണ് വലുത്? 4 അല്ലേ വലുത്. അപ്പൊ നമുക്ക് ഏതായിരിക്കും വലുത്? 4/6 ആണ് വലുത്. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി നമുക്ക് 1/3 2/4. ഓക്കെ, ഇതിലേതാണ് വലുത്? ഇവിടെ നോക്കിയേ, ഇത് രണ്ടും വ്യത്യസ്തമാണ് അല്ലെ, ഇതും വ്യത്യസ്തമാണ്. അപ്പൊ നമുക്ക് എന്ത് വേണം? ഈ 4 കൊണ്ട് ഇതിനെയും ഗുണിക്കണം അല്ലെ. അപ്പൊ നമുക്ക് 1/3 മാറ്റി എഴുതാൻ പോണ്. 4 × 1 4/4 × 3 12. അപ്പൊ നമ്മൾ 1/3 4/12 എഴുതി. ഇനി 2/4 എന്ത് ചെയ്യും? നമുക്ക് ഈ 3 കൊണ്ട് ഗുണിക്കണം അല്ലെ. അപ്പൊ 2നെ 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 6/4നെ 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 12. അപ്പൊ ഇവിടെ നമുക്ക് 4/12 6/12 കിട്ടി അല്ലെ. അപ്പൊ ഇവിടെ ഛേദം സെയിം ആയല്ലോ. ഇനി നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം അല്ലെ. ഏതാണ് ഇതിൽ വലുത്? 6 ആണ് വലുത് അല്ലെ. അപ്പൊ ഈ ഫ്രാക്ഷൻ ആണ് വലുത്. അപ്പൊ നമ്മൾ ഏത് ചിഹ്നം ഇടും? ലെസ് ദാൻ അല്ലെ, ഇതല്ല വലുത്. അപ്പൊ 4/12 ഈസ് ലെസ് ദാൻ 6/12. 6/12 ചെറുതാണ് 4/12. അപ്പൊ നമ്മോട് ചോദിച്ചിട്ടുള്ള ഇതിലേതാണ് വലുത് എന്ന് അല്ലെ. അപ്പൊ ഏതാണ് വലുത്? 6/12 അല്ലേ വലുത്. അതായത് നമ്മൾ 6/12 എന്ന് പറഞ്ഞാൽ 2/4 നാം 6/12 എന്ന് മാറ്റി എഴുതിയത് അല്ലെ. അപ്പൊ ഇതാണ് വലുത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ലെസ് ദാൻ അല്ലെ, ഇതാണ് വലുത്. ഇനി ഇവിടെയാണെങ്കിലോ 4/6 ആണ് വലുത് അല്ലെ. 4/6 എന്ന് പറഞ്ഞാൽ ഏതാണ്? 2/3 നാം 4/6 എന്ന് മാറ്റി എഴുതി. അപ്പൊ ഇതല്ലേ വലുത്. അപ്പൊ നമ്മൾ ഏത് ചിഹ്നം ഉപയോഗിക്കണം? ലെസ് ദാൻ അല്ലെ. ഇത് ചെറുതാണ്, കണ്ടില്ലേ, ഈ മൂല ഇവിടെ വന്ന് നിൽക്കുന്നു. ഇത് ചെറുത്, ഇത് വലുത്. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 66 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. 2/5 3/5 അല്ലെ. അപ്പൊ ഇതിലേതാണ് വലുത്, ഇതിലേതാണ് ചെറുത് നമ്മൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ഈ ചിഹ്നം അല്ലെ, ഇത് നാം പറഞ്ഞു അല്ലെ, ഇത് ലെസ് ദാൻ, ഇത് ഗ്രേറ്റർ ദാൻ അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ഇതിൽ ഏതാണ് വലുതെന്ന് കണ്ടുപിടിക്കണം അല്ലെ. ഇവിടെ നോക്കിയേ, ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. ആദ്യത്തെ സ്റ്റെപ്പ് ഡിനോമിനേറ്റർ നോക്കാം. ഡിനോമിനേറ്റർ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നാം എന്ത് നോക്കണം? ഇതിന്റെ ന്യൂമറേറ്റർ ചെക്ക് ചെയ്യുക. ന്യൂമറേറ്റർ ഏതാണ് വലുത്? 3 ആണ് വലുത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും? ഇതാണ് വലിയ ഫ്രാക്ഷൻ. മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് ശരിക്കും ശ്രദ്ധിക്കുക. ആദ്യം ഡിനോമിനേറ്റർ സെയിം ആണോ നോക്കുക. സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ നോക്കുക. ന്യൂമറേറ്റർ ഏതാണോ വലുത് അതായിരിക്കും വലിയ ഫ്രാക്ഷൻ അല്ലെ. അപ്പൊ ഇതാണ് വലുത്. അപ്പൊ ഇതാണ് വലിയ ഫ്രാക്ഷൻ. അപ്പൊ നമ്മൾ ഈ വായ ഇങ്ങോട്ടായിരിക്കണം, അതായത് ഈ ചിഹ്നം കണ്ടല്ലോ, മനസ്സിലായല്ലോ. ഇത് ഈ വായ തുറന്ന ഭാഗമായിരിക്കും വലുതിന് കൊടുക്കേണ്ടത്. അപ്പൊ ഇതിന് നമ്മൾ എന്താ പറയാ? ലെസ് ദാൻ. ലെസ് ദാൻ. അപ്പൊ 2/5 ഈസ് ലെസ് ദാൻ 3/5. 2/5 3/5 ചെറുതാണ് അല്ലെ. ഇനി നമുക്ക് തിരിച്ചിടങ്ങ് എന്ത് എഴുതേണ്ടി വരും? 3/5 ഈ ചിഹ്നിട, എന്നിട്ടോ 2/5. അപ്പൊ എന്തായി മാറി? 3/5 2/5 വലുതാണ്. 2/5 3/5 ചെറുതാണ്. മനസ്സിലായില്ലേ? അതായത് ഈ തുറന്നിരിക്കുന്ന ഈ വായ എവിടേക്ക് വരണം? വലുത് ഏതാണോ അതിന്റെ നേരെയായിരിക്കണം ഈ വായ വര. ഈ കൂർത്ത ഭാഗം എവിടെ വരണം? ഈ ചെറുതിന്റെ ഭാഗത്ത് വരണം. മനസ്സിലായല്ലോ. അപ്പൊ തെറ്റിക്കാതെ ചെയ്യാം. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കിയേ. എന്താണ് രണ്ടാമത്തത്? 2/3. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഡിനോമിനേറ്റർ സെയിം അല്ല. പിന്നെ ഏതാണ് സെയിം? ന്യൂമറേറ്റർ ആണ് സെയിം അല്ലെ. അപ്പൊ ന്യൂമറേറ്റർ സെയിം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വലുതും ചെറുതും കണ്ടുപിടിക്കുക എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ന്യൂമറേറ്റർ സെയിം ആണെങ്കിൽ ഡിനോമിനേറ്റർ ഏതാണോ ചെറുത് അതാണ് വലിയ ഫ്രാക്ഷൻ അല്ലെ. അപ്പൊ ഇതാണ് ചെറുത്, 5 ചെറുതാണ് 3. അപ്പൊ ഇതാണ് വലിയ ഫ്രാക്ഷൻ. അപ്പൊ നമ്മുടെ ഏത് ചിഹ്നം ഉപയോഗിക്കണം? ഇതാണ് വലുത് അല്ലെ. അപ്പൊ നമുക്ക് ഈ ചിഹ്നം ഉപയോഗിക്കാം. അതായത് 2/5 ലെസ് ദാൻ 2/3. 2/3 ലെസ് ദാൻ ചെറുതാണ് 2/5. ഇനി 2/5 3/4. ഓക്കെ, ഇതെങ്ങനെ എഴുതും? എന്താണ് പ്രശ്നം? ഇവിടെ ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം അല്ല, ന്യൂമറേറ്റർ സെയിം അല്ല. അപ്പൊ നമുക്ക് എന്ത് കാട്ടാൻ പറ്റും? നാം മുമ്പ് ചെയ്യാറുള്ള പോലെ തന്നെ ഇവിടെ 2/5 നമുക്കൊന്ന് മാറ്റി എഴുതാം. എങ്ങനെ എഴുതും? ഈ 4 കൊണ്ട് എന്ത് ചെയ്യാം? 2നെയും 5നെയും ഗുണിക്കുക അല്ലെ. അപ്പൊ 4 കൊണ്ട് 2നെ ഗുണിച്ചാൽ എന്ത് ചെയ്യും? 4 × 2 8. നാം മുമ്പ് ചെയ്തിട്ടുണ്ട്. 8/4 കൊണ്ട് 5നെ ഗുണിച്ചാൽ 4 × 5 20. അപ്പൊ നാം 2/5നെ 8/20 എന്ന് എഴുതി അല്ലെ. ഇനി നമുക്ക് 3/4 എങ്ങനെ മാറ്റി എഴുതാം? ഈ 5 കൊണ്ട് ഓരോന്നിനെയും ഗുണിക്കാം. അപ്പൊ 5 കൊണ്ട് 3നെ ഗുണിച്ചാൽ 5 × 3 15/5 × 4 20.
കണ്ടില്ലേ? അപ്പൊ നമ്മൾ ഇതിനെ ഇങ്ങനെ മാറ്റി, ഇതിനെ ഇങ്ങനെ മാറ്റി. ഇനി ഇതിലേതാണ് വലുത് ചെറുതെന്ന് നമുക്ക് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. മതി അല്ലെ? ഇവിടെ നോക്കിയാൽ ഇത് രണ്ടും സെയിം ആണല്ലോ, ഡിനോമിനേറ്റർ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്റർ ഏതാണോ വലുത് അതാണ് വലിയ ഫ്രാക്ഷൻ അല്ലെ? അപ്പൊ ഇവിടെ 8ഉം ഇവിടെ 15ഉം. അപ്പൊ ഇവിടെ 15ആണല്ലോ, അപ്പൊ ഇതാണ് വലിയ ഫ്രാക്ഷൻ അല്ലെ? അപ്പൊ നമുക്കറിയാം ഇതാണ് വലിയ ഫ്രാക്ഷൻ. അതായത് 3/4 നാം 15/20 എഴുതി അല്ലെ? അതായത് ഇതാണ് വലിയ ഫ്രാക്ഷൻ. ഇതിന്റെ നേരെ ഒരു വായ തുറന്നിരിക്കണം അല്ലെ? അതായത് 2/5 ഈസ് ലെസ് ദാൻ, കണ്ടില്ലേ? 2/5 ഈസ് ലെസ് ദാൻ 3/4. 2/5 3/4 ചെറുതാണ്. ഇനി അടുത്ത് നോക്കിയേ, 3/7 2/9. അപ്പൊ ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെയും എന്താണ്? ഡിനോമിനേറ്റർ സെയിം അല്ല, ന്യൂമറേറ്ററും സെയിം അല്ല അല്ലെ? അപ്പൊ നാം എന്ത് വേണം? ഇതിലൊന്നിനെ സെയിം ആക്കേണ്ടി വരും അല്ലെ? ഇവിടെ ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതാം. 3/7 മാറ്റണം അല്ലെ? ഡിനോമിനേറ്റർ സെയിം ആക്കണം. അതിനെന്ത് ചെയ്താൽ മതി? ഈ 9 കൊണ്ട് നാം ഇതിനെയും ഗുണിക്കുക അല്ലെ? ഇവിടെ ചെയ്ത് അതേപോലെ തന്നെ. അപ്പൊ 9 × 3 എത്രയാണ്? 9 × 3 27 ബൈ 9 × 7 എത്രയാണ്? 9 7 63 63. ഓക്കെ, ഇനി എന്ത് വേണം? 2/9 മാറ്റണ്ടേ? വേണം അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 7 കൊണ്ട് 2നെ ഗുണിക്കുക, 7 കൊണ്ട് 9നെ ഗുണിക്കുക. 7 കൊണ്ട് 2നെ ഗുണിച്ചാല് 14 14 ബൈ 7 കൊണ്ട് 9നെ ഗുണിച്ചാല് 9 × 7 63 63 അല്ലെ? ഇപ്പൊ നമുക്ക് സെയിം ആയല്ലോ, സെയിം ആയി അല്ലെ? ഇനി ഇതിൽ ഏതായിരിക്കും വലിയ ഫ്രാക്ഷൻ? ഇതില് ന്യൂമറേറ്റർ ഏതാണോ വലുത് അത് അല്ലെ? ഇവിടെ 27ഉം ഇവിടെ 14 അല്ലേ? അപ്പൊ ഇതാണ് വലുത്, അതുകൊണ്ട് ഇതാണ് വലിയ ഫ്രാക്ഷൻ. അപ്പൊ 27/63 എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ 3/7നെയാണ് നാം 27/63 എഴുതിയത് അല്ലെ? അപ്പൊ നമ്മൾ ഏതായിരിക്കും വലിയ ഫ്രാക്ഷൻ? 3/7 വലിയ ഫ്രാക്ഷൻ അല്ലെ? അപ്പൊ നമുക്ക് ഏത് ചിഹ്നം ഉപയോഗിക്കണം ഇവിടെ? 3/7ഉം 2/9 അല്ലെ? അപ്പൊ ഇതാണല്ലോ വലുത്, അപ്പൊ ഇവിടെ വലുത് അല്ലെ? അപ്പൊ ഈ ചിഹ്നം നമുക്ക് ഉപയോഗിക്കാം. ഇതാണ് വലുത് അല്ലെ? അപ്പൊ നമ്മൾ ഈ ചിഹ്നം ഉപയോഗിച്ചു. അതായത് ഗ്രേറ്റർ ദാൻ 3/7 ഈസ് ഗ്രേറ്റർ ദാൻ, വലുതാണ് എന്തിനേക്കാളും? 2/9. 2/9 വലുതാണ് 3/7. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം അല്ലെ? 2/7 3/8. ഇവിടെയും എന്താണ് പ്രശ്നം? ഇവിടെയും നമുക്കറിയാം ഡിനോമിനേറ്റർ സെയിം അല്ല, ന്യൂമറേറ്ററും സെയിം അല്ല അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമുക്കിതിനെ രണ്ടിനെ ഒന്ന് മാറ്റി എഴുതാം. അപ്പൊ നമുക്ക് ഈ 8 കൊണ്ട് എന്ത് ചെയ്യണം? ഇത് നമുക്ക് വേഗം ചെയ്യാൻ പറ്റും അല്ലെ? 8 കൊണ്ട് 2നെയും ഗുണിക്കുക, 7നെയും ഗുണിക്കുക അല്ലെ? അപ്പൊ 8 × 2 എത്രയാണ്? 8 × 2 16. അപ്പൊ 16 ഇനി 8 × 7 എത്രയാണ്? 56. അപ്പൊ നമ്മൾ 2/7നെ 16/56 നമ്മൾ മാറ്റി എഴുതി. ഓക്കെ, ഇനിയോ? ഇനി 3/8നെ മാറ്റണ്ടേ? മാറ്റണം. ഏത് കൊണ്ട് ഗുണിക്കേണ്ടി വരും? 7 കൊണ്ട് ഗുണിക്കണം അല്ലെ? അപ്പൊ 7 × 3 എത്രയാണ്? 7 × 3 21. ഇനി 7 × 8 എത്രയാണ്? 56. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3/8നെ നമ്മൾ 21/56 എഴുതി അല്ലെ? ഇപ്പൊ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആയല്ലോ, ആയി അല്ലെ? ഇനി നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാലോ. ഇവിടെ 16, ഇവിടെ 21. ഏതാണ് വലുത്? 21 വലുത് അല്ലെ? അപ്പൊ ഇതാണ് വലിയ ഫ്രാക്ഷൻ അല്ലെ? 21/56 എന്ന് പറഞ്ഞാല് 3/8 അല്ലെ? അപ്പൊ ഇതാണ് വലിയ ഫ്രാക്ഷൻ. അപ്പൊ നമ്മൾ ഏത് ചിഹ്നം ഉപയോഗിക്കും? ഈ ചിഹ്നം അല്ലെ? അപ്പൊ 2/7 ഈസ് ലെസ് ദാൻ 3/8. അതായത് 3/8 ചെറുതാണ് 2/7. മനസ്സിലായല്ലോ? ഇനി ആറാമത്തെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആറാമത്തത് 4/9 പിന്നെയോ 3/8. 4/9 3/8 അല്ലെ? അപ്പൊ ഇവിടെ നോക്കിയാൽ ഡിനോമിനേറ്റർ സെയിം അല്ല, ന്യൂമറേറ്ററും സെയിം അല്ല അല്ലെ? അപ്പൊ നമുക്ക് വലുത് കണ്ടുപിടിക്കാൻ എന്ത് വേണം? വലിയ കണ്ടുപിടിക്കാൻ ഇതിനെ നമുക്കൊന്ന് മാറ്റി എഴുതണം അല്ലെ? എന്ത് ചെയ്യണം? 4നെ 8 കൊണ്ട് എന്ത് ചെയ്യണം? 8 കൊണ്ട് ഓരോന്നിനെയും ഗുണിക്കണം അല്ലെ? അപ്പൊ ഇതിനെ 8 കൊണ്ട് ഗുണിക്കുന്നു, ഇതിനെ 8 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ 4 × 8 എത്രയാണ്? 32 ബൈ ഇനി 8നെ നമ്മൾ 9 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അല്ലെ? 9 × 8 എത്രയാണ്? 72. അപ്പൊ നമ്മൾ ഇതിനെ മാറ്റി എഴുതി 32/72. ഇനി 3/8നെ എങ്ങനെ മാറ്റും? 9 കൊണ്ട് എന്ത് ചെയ്യണം? ഓരോന്നിനെയും ഗുണിക്കണം അല്ലെ? 9 × 3 എത്രയാണ്? 27 ബൈ 9 × 8 എത്രയാണ്? 72. ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കിയേ, ഡിനോമിനേറ്റർ അല്ലെ? ഛേദം സെയിം ആയി. അപ്പൊ എന്ത് വേണം? വലുത് കണ്ടുപിടിക്കാൻ ഇതിലേതാണോ വലുത് അതായിരിക്കും വലുത് അല്ലെ? ഇവിടെ 32 ആണ്, ഇവിടെ 27 ആണ്. ഇതാണ് വലുത് 32 അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇതാണ് വലുത് അല്ലെ? അതായത് 32/72 ആണ് വലുത്. ഏതാണ് 32/72 എന്ന് പറഞ്ഞാല് നാം 4/9നെയാണ് 32/72 മാറ്റി എഴുതി അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് ചിഹ്നം ഉപയോഗിക്കണം? ഗ്രേറ്റർ ദാൻ അല്ലെ? ഗ്രേറ്റർ ദാൻ. അതായത് 4/9 ഈസ് ഗ്രേറ്റർ ദാൻ 3/8. 3/8 വലുതാണ് 4/9.
അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഇവിടെ നോക്കിയേ 3 ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്. ഇവ നാം എന്ത് ചെയ്യണം? ഇവ ചെറുത് നിന്ന് വലുതിലേക്ക് അറേഞ്ച് ചെയ്ത് എഴുതണം അല്ലെ. ആദ്യം ചെറുത്, പിന്നെ അതിന്റെ വലുത്, പിന്നെ അതിന്റെ വലുത്. അത് നമ്മൾ ഈ ചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് അറേഞ്ച് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ നാം എന്ത് വേണം? ഇതിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ അടുത്ത ഏതാണെന്ന് കണ്ടുപിടിക്കണം, അടുത്ത ഏറ്റവും വലുത് ഏതാണെന്ന് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, ആദ്യത്തെ രണ്ടെണ്ണം എടുത്ത് നോക്കിയേ, 2/5 3/4 അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് വലുത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് അല്ലെ. ഛേദം സെയിം ആക്കണം, അല്ലെങ്കിൽ നമ്മൾ അംശം സെയിം ആക്കേണ്ടി വരും. അതിന് പകരം നോക്കിയേ, നമുക്കൊരു പണി ചെയ്യാം. ഇവിടെ 5, ഇവിടെ 5 അല്ലെ. ഇതിന്റെ രണ്ടിന്റെയും ഛേദങ്ങൾ ഡിനോമിനേറ്റർ സെയിം ആണല്ലോ. അപ്പൊ നമുക്ക് ആദ്യം ഒരു പണി ചെയ്യാം, ഇതും ഇതും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതായത് ഇതും ഇതും തമ്മിൽ, ഇത് രണ്ടും തമ്മിൽ ആദ്യം നമുക്ക് ഇതിൽ ഏതാണ് വലുതെന്ന് കണ്ടുപിടിക്കാം. അതിനുശേഷം പിന്നെ ഇത് ചെയ്യാം. മനസ്സിലായില്ലേ? എന്താണ് ഇത് രണ്ടും എടുക്കാൻ കാരണം? നമുക്ക് എളുപ്പത്തിൽ ഇവിടെ സെയിം ആണ്, ഇതും ഇതും സെയിം ആണ് ഡിനോമിനേറ്റർ അല്ലെ. അതുകൊണ്ട് നമുക്ക് ഇതിൽ ഏതാണ് വലുതെന്ന് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. പറ്റും അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം 2/5 3/5, ഇതിലേതാണ് വലുത്? ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്കറിയാം ന്യൂമറേറ്റർ അല്ലെ, അംശം ഏതാണ് വലുതെന്ന് നോക്കാം. അപ്പൊ അംശം വലുത് ഇതാണ്. അപ്പൊ നമുക്ക് ഏത് ചിഹ്നം ഉപയോഗിക്കാം? ഈ ചിഹ്നം അല്ലെ. അതായത് 3/5 ചെറുതാണ് 2/5 ആണല്ലോ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കാര്യത്തിൽ തീരുമാനമായി. അപ്പൊ നമുക്ക് ഇതും ഇതും തമ്മിൽ, ഇതാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ഇത് രണ്ടിലും ഏതാണ് വലുതെന്നൊന്ന് നോക്കാം. അപ്പൊ 3/5 ഇനി നമുക്ക് 3/4 ആണ് അല്ലെ. അപ്പൊ 3/4 ഇതിലേതാണ് വലുത്, ഏതാണ് ചെറുതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് നമ്മുടെ അംശം അല്ലെ, ന്യൂമറേറ്റർ സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് എളുപ്പം അറിയാം അല്ലെ. എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ന്യൂമറേറ്റർ നമ്മൾ പഠിച്ചു. ന്യൂമറേറ്റർ സെയിം ആണെങ്കിൽ എന്ത് വേണം? ഡിനോമിനേറ്റർ ഏതാണോ ചെറുത് അതാണ് വലിയ ഫാക്ടർ അല്ലെ. അപ്പൊ ഇവിടെ ചെറിയ ഡിനോമിനേറ്റർ ഏതാണ്? 4. അതുകൊണ്ട് ഏതായിരിക്കും വലുത്? 3/4 ആയിരിക്കും വലുത് അല്ലെ. അപ്പൊ 3/5 വലുത് 3/4 ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, 3/5 ഈസ് ലെസ് ദാൻ 3/4 അല്ലെ. ഇപ്പൊ നമുക്ക് ഏറെക്കുറെ പിടുത്തം കിട്ടി. നോക്കിയാൽ 2/5 വലുതാണ് 3/5, 3/5 വലുതാണ് 3/4 അല്ലെ. അതായത് ഏറ്റവും ചെറുത് ഏതാണ്? 2/5. അപ്പൊ 2/5 നമ്മൾ എഴുതി. 2/5 ലെസ് ദാൻ ഏതിനേക്കാൾ ചെറുതാണ്? 3/5 ചെറുതാണ്. 3/5 ഏതിനേക്കാൾ ചെറുതാണ്? 3/4 ചെറുതാണ്. മനസ്സിലായില്ലേ? അപ്പൊ 2/5 ഈസ് ലെസ് ദാൻ 3/5 ഈസ് ലെസ് ദാൻ 3/4. അപ്പൊ ഇതാണ് ഇനി അടുത്ത ഭിന്നസംഖ്യ അല്ലെ. അപ്പൊ ഇത് നമുക്ക് ഇതേ രൂപത്തിൽ എഴുതണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ചെയ്ത പോലെ തന്നെ നമുക്ക് ആദ്യം രണ്ടെണ്ണം എടുക്കാം. ഏതെണ്ണം എടുക്കാം? നമുക്ക് എളുപ്പം ഏതാണ്? ഇവിടെ ഡിനോമിനേറ്റർ രണ്ട് സെയിം അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം 3/7 2/7 ഇതിലേതാണ് വലുത്, ഏതാണ് ചെറുതെന്ന് നോക്കാം. ഒന്ന് ഏതാണ്? 2/7 3/7. ഓക്കെ, 2/7 3/7 അല്ലെ. അപ്പൊ അതില് ഡിനോമിനേറ്റർ സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ ഏതാണ് വലുതെന്ന്. ഇവിടെ നോക്കിയേ, ഇവിടെ അംശം ഇത് 2, ഇവിടെ 3 അല്ലെ. അപ്പൊ 3 ഇതാണ് വലുത്. അതുകൊണ്ട് ഏത് ഫ്രാക്ഷൻ ആയിരിക്കും വലുത്? ഇതായിരിക്കും വലുത് അല്ലെ. അപ്പൊ നമുക്ക് 2/7 വലുത് ഏതാണ്? 3/7. ഉടനടി നമ്മൾ എഴുതി അല്ലെ. അപ്പൊ ഇവര് തമ്മിൽ തീരുമാനമായി. ഇനി നമുക്ക് ആര് വേണം? 2/9 അല്ലെ. അപ്പൊ നമുക്ക് ഇതിൽ ഒരെണ്ണായിട്ട് ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് എളുപ്പം എന്താണ്? ഇവിടെ 2 ആണ്, ഇവിടെ 2 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ ഇതും തമ്മിൽ കമ്പയർ ചെയ്യുന്നതിൽ എളുപ്പം എന്താണ്? ഇത് രണ്ടും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. മനസ്സിലായില്ലേ? ഇവിടെ സെയിം ആയതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പം ഇത് തമ്മിൽ കമ്പയർ ചെയ്യലാണ് അല്ലെ. അപ്പൊ നമുക്ക് 2/9 2/7 അല്ലെ, അത് കമ്പയർ ചെയ്യാൻ പോണ്. 2/9 2/7. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ ന്യൂമറേറ്റർ സെയിം ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഏതിന്റെ ഡിനോമിനേറ്റർ ആണോ ചെറുത് അതാണ് വലിയ ഫ്രാക്ഷൻ അല്ലെ. അപ്പൊ ഇതിന്റെ ഡിനോമിനേറ്റർ നോക്കിയാൽ ഇത് ഏതാണ് ചെറുത്? 7 ആണ് ചെറുത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതാണ് വലുത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് വലുത്, ഇത് ചെറുത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയേ, 2/7 വലുതാണ് 3/7. പക്ഷെ 2/9 2/7 ചെറുതാണ് അല്ലെ. അപ്പൊ ഏറ്റവും ചെറുത് ഏതാണ്? 2/9. മനസ്സിലായില്ലേ? അപ്പൊ ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പൊ 2/9 ആണ് ഏറ്റവും ചെറുത്. അതിനേക്കാൾ വലുത് ഏതാണ്? 2/7. അപ്പൊ 2/9 വലുതാണ് 2/7. 2/7 വലുതാണ് 3/7. കണ്ടില്ലേ? വലുതാണ് 3/7. ഇനി നമുക്ക് അടുത്തതൊന്ന് ചെയ്തു നോക്കാം.
അപ്പൊ ഇതാണ് അടുത്ത ഫ്രാക്ഷൻസ് നോക്കിയാൽ 1/2, 1/3, 2/3 അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വേണം? ആദ്യം ഇതിൽ 2 എണ്ണം എടുക്കുക, അതിൽ ഏതാണ് വലുത് ചെറുതാണെന്ന് കണ്ടുപിടിക്കാം അല്ലെ. നമുക്ക് ആദ്യം ഇത് എടുക്കാൻ എളുപ്പം ഏതാ? ഇവിടെ 3, ഇവിടെ 3 അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ 1/3, 2/3 തമ്മിൽ ഏതാണ് വലുത് ചെറുതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് 1/3, 2/3. അതല്ലെങ്കിൽ നോക്കിയാൽ 1/2, 1/3 അല്ലെ. ഇത് രണ്ടും സെയിം ആണ് അല്ലെ. അപ്പൊ ഇതെടുത്താലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഒന്നുകിൽ ഛേദങ്ങൾ സെയിം ആയതെടുക്കാം, അതല്ലെങ്കിൽ അംശം സെയിം ആയതെടുക്കാം. മനസ്സിലായില്ലേ? അപ്പൊ ഇതെടുക്കുന്നവർക്ക് അതെടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പൊ നമുക്ക് 1/3, 2/3 എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏതാണ് വലുത്? ഈ ഛേദം സെയിം ആയതുകൊണ്ട് ഇതിൽ അംശം ഏതാണോ വലുത് അതായിരിക്കും വലിയ ഫ്രാക്ഷൻ അല്ലെ. അപ്പൊ നമുക്കറിയാം ഇവിടെ 2ഉം ഇവിടെ 1. അപ്പൊ ഇതാണ് വലുത് അല്ലെ. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം 1/3 ഈസ് ലെസ് ദാൻ 2/3. അപ്പൊ നോക്കിയേ, ഇത് തമ്മിൽ തീരുമാനമായി അല്ലെ. വലുതും ചെറുതും നമുക്ക് തീരുമാനം. ഇനി ഏതാ ഉള്ളത്? നമുക്ക് 1/2. നമുക്ക് ഇതും ഇവ തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. 1/3ഉം 1/2. 1/3ഉം 1/2ഉം തമ്മിൽ കമ്പയർ ചെയ്യാൻ പോണ്. ഏതാ വലുത് ഏതാ ചെറുതാന്ന് നോക്കാൻ പോണ്. ഇവിടെ നോക്കിയേ, ഇതിന്റെ രണ്ടിന്റെ അംശം സെയിം ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഛേദം അത് ഏതാണോ ചെറുത് അതാണ് വലിയ ഫ്രാക്ഷൻ അല്ലെ. അപ്പൊ ഇവിടെ ചെറുത് ഏതാണ്? 2. അപ്പൊ ഇതായിരിക്കും വലിയ ഫ്രാക്ഷൻ. അതായത് 1/3 വലുതാണ് 1/2 അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 1/3 ഈസ് ലെസ് ദാൻ 1/2. ഇനി നമുക്ക് ഇത് ഓർഡറിൽ എഴുതാൻ പറ്റുമെന്ന് നോക്കിയേ. 1/3 വലുതാണ് 2/3 അല്ലെ. അപ്പൊ അവര് തീരുമാനമായി. ഇനി ഇത് നോക്കിയേ, 1/3 വലുതാണ് 1/2. അപ്പൊ ഇവിടെ വീണ്ടും പ്രശ്നമായി. എന്താണ്? 1/3 വലുതാണ് ഇത് രണ്ടും. അങ്ങനെയാണെങ്കിൽ ഇവര് തമ്മിൽ ആരാണ് വലുതെന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യേണ്ടി വരും. 1/2ഉം 2/3 ഇതിൽ ആരാണ് വലുത് ചെറുത് നമുക്ക് നോക്കണം അല്ലെ. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ന്യൂമറേറ്റർ സെയിം അല്ല, ഡിനോമിനേറ്റർ സെയിം അല്ല അല്ലെ. അപ്പൊ നമുക്ക് ഇവരൊന്ന് മാറ്റി എഴുതണ്ടേ? എന്ത് ചെയ്യണം? ഈ 3 കൊണ്ട് ഇതിനെ ഗുണിക്കുക, ഇതിനെ ഗുണിക്കുക അല്ലെ. 3 × 1 3/3 × 2 6. അപ്പൊ നമ്മൾ 1/2നെ 3/6 എഴുതി. ഇനിയോ 2/3 മാറ്റണ്ടേ? ഏതുകൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 2 × 2 4/2 × 3 6. അപ്പൊ നമ്മൾ 2/3നെ 4/6 എഴുതി. ഇതിൽ ഏതാണ് വലുത്? നമുക്കറിയാം ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്റർ ഏതാണോ വലുത് അതാണ് വലിയ ഫ്രാക്ഷൻ അല്ലെ. അപ്പൊ ഇവിടെ ഏതാണ് വലുത്? 4 ആണ് വലുത്. അപ്പൊ ഇതാണ് വലിയ ഫ്രാക്ഷൻ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇങ്ങനെ എഴുതാം. അപ്പൊ 3/6 ആണ് ചെറുത്. അപ്പൊ 3/6 എന്ന് പറഞ്ഞാൽ നമ്മ ഏതിനാണ്? 1/2നെയാണ് നാം 3/6 എഴുതിയിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതാണ് ചെറുത് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടി നോക്കിയാൽ 1/2 ആണ് ചെറുത്. 2/3 ചെറുത് 1/2 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ തീരുമാനമല്ലോ. അപ്പൊ ഏറ്റവും ചെറുത് ഏതായിരിക്കും? ഏറ്റവും ചെറുത് 1/3 അല്ലെ. അപ്പൊ 1/3 ആണ് ഏറ്റവും ചെറുത്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി ആരാണ് ഇതിൽ ഏതാണ് വലുതും ചെറുതും? ഇവിടെ നോക്കിയേ, 1/2 വലുതാണ് 2/3 അല്ലെ. അപ്പൊ ഇതിനേക്കാൾ വലുതാണ് ഇത് അല്ലെ. അപ്പൊ ഇത് കഴിഞ്ഞാൽ പിന്നെ വലുത് ഏതാണ്? 1/2. ഏറ്റവും വലുത് ഏതാണ്? 2/3. അപ്പൊ 1/3 വലുതാണ് 1/2, 1/2 വലുതാണ് 2/3. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ അവസാനിച്ചു. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കാണാം. അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്ററുമായി വീണ്ടും കാണാം.